നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. സർവരുഹ റോഹവരാഹ സർവകഷ്ട വിദ്വേഷണാം. ഇന്ന് ജൂൺ 14 ഞായറാഴ്ച, അമാവാസ്യ. അതും വന്നിട്ട് വൈകാശി മാസത്തിൽ വരക്കൂടിയ ഭാനു അമാവാസ്യ. ഇപ്പൊ ഞാൻ പറയുന്ന ഈ 5 പൊരുൾക്കളെയും ഒന്നായി ചേർത്ത് വീട്ടിലെ ഈ ഇടത്തിൽ വയ്ക്കുന്നതിനാല് കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാവും. വീട്ടിലെ ഭർത്താവിന്റെ വരുമാനം അധികമാകും. അത് എന്ത് പരിഹാരമുറ എന്ന് നോക്കുന്നതിന് മുന്നേ ഇത് വന്നിട്ട് പഞ്ചമിതിഥി അപ്ഡേറ്റ് ആണ്. വരുന്നത് ജൂൺ മാസം വളർപ്പിറ പഞ്ചമി. ജൂൺ 19 വെള്ളിയാഴ്ചയാണ് തിഥി വരുന്നത്. ജൂൺ 18 വ്യാഴാഴ്ച രാത്രി 9 മണിയോടുകൂടി പൂജ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. നമ്മുടെ ചാനല് 2.5 വർഷമായിട്ട് കണ്ടുവരുന്നവർക്ക് എല്ലാ പ്രൊസീജിയേഴ്സും അറിയാം. എന്നാല് നിങ്ങൾ ചാനലിൽ പുതിയതാണ്, നിങ്ങൾക്കും അറിയണം, ചേരണം എന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ്. ആദ്യം എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കോളുക. വീണ്ടും പക്ഷത്തില് നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. ഇനി വന്നോളൂ, നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം. ഇപ്പൊ വന്നിട്ട് ഏതെല്ലാം പൊരുൾക്കളാണ് ഒന്നിച്ച് ചേർത്ത് വഴിപാട് ചെയ്യാൻ പോകുന്നെന്ന് നോക്കാം. അമാവാസ്യ തിഥി. അതില് ഭാനു അമാവാസ്യ എന്നത് എന്താണെന്ന് കേൾവി നിറയെ പേർക്ക് വരലാം. നമ്മൾ വന്നിട്ട് അമാവാസ്യയെ പിതൃക്കൾക്ക് തിഥി കൊടുക്കുന്നതും കുലദൈവ വഴിപാട്ടിനും മുഖ്യത്വം കൊടുക്കുന്ന ഒരു നാളായിട്ടാണ് അമാവാസ്യ കണക്കാക്കുന്നത്. അങ്ങനെയുള്ള അമാവാസ്യ ഓരോരോ മാസം വരുമ്പോഴും ആ മാസത്തിന് ഏത്ത മാതിരി ഫലങ്ങള് വേറെ വേറെ ആയിട്ട് വരും. ഇപ്പോ ആടി അമാവാസ്യ, പുരുട്ടാസി അമാവാസ്യ, ഇങ്ങനെ നമുക്ക് പറഞ്ഞോണ്ടേ പോകാം. ആടി മീൻസ് കർക്കിടകം, അറിയാലോ. അങ്ങനെ വരുന്ന അമാവാസ്യ മാസത്തില് മാത്രമല്ല, ഏത് ആഴ്ച ദിവസത്തിൽ വരുന്നോ അതിനെ പൊരുത്തം നമുക്ക് അതിന്റെ ഫലങ്ങൾ മാറിയിട്ടേ ഇരിക്കും. ഫോർ എക്സാമ്പിൾ, ഇന്ന് ജൂൺ 14 ഞായറാഴ്ച വന്നിരിക്കുന്ന ഈ അമാവാസ്യയെ ഭാനു അമാവാസ്യ എന്നാണ് പറയുന്നത്. ഭാനു മീൻസ് സൂര്യഭഗവാനെ കുറിക്കുന്ന ഒരു പൊരുള്. പകലവൻ, ഭാനു, ഇതെല്ലാമേ സൂര്യഭഗവാനിക്ക് ഒരു അർത്ഥം കൊടുക്കാൻ പറ്റുന്ന വാക്കുകള്. അതിനാലെയാണ് നമ്മുടെ വീട്ടില് പേരിടുമ്പോൾ ഭാനു എന്നൊക്കെ പെൺകുട്ടികൾക്ക് പേരിടുമില്ലേ. സൂര്യഭഗവാൻ വന്നിട്ട് ഭയങ്കര മുഖ്യമായ ഒരു ഗ്രഹം. ഗവൺമെന്റ് ജോലിക്ക്, നമുക്കുള്ള ജോലിയില് സാലറി ഇൻക്രിമെന്റ്, ജോലി കയറ്റം, നമ്മൾ ചെയ്യുന്ന കച്ചവടത്തിന് നല്ല വരുമാനം വരേണ്ടിയത്, നമ്മൾ കൊടികെട്ടി രാജാവായി പറന്ന് വാഴണം. ഇതുപോലെ എന്ത് ആവശ്യമായിരുന്നാലും ശരി, ആ രാജയോഗത്തെ കൊടുക്കக்கூடிய ശക്തിയുള്ളവരാണ് സൂര്യഭഗവാൻ. അവർക്കുரிய ഞായറാഴ്ച ഇന്ന് വരുന്ന ഈ അമാവാസ്യ ഒത്തിരി പവർഫുൾ ആയത്. ഇന്ന് അമാവാസ്യയായിരുന്നാലും ഇന്ന് 12 മണിക്ക് മേലെയാണ് തിഥി വരുന്നത്. ശരിയായിട്ട് പറഞ്ഞാല് 11:52, അതായത് 11:52 AM തൊട്ട് തിഥി സ്റ്റാർട്ട് ചെയ്യാണ്. അത് വന്നിട്ട് നാളെ തിങ്കളാഴ്ച രാവിലെ 9:27 വരെ ഇരിക്കുന്നുണ്ട്. അമാവാസ്യ പൂജ എന്നത് നമ്മൾ ഞായറാഴ്ച കണക്കിലെടുത്ത് ചെയ്തോളുക. അതുപോലെ തന്നെ നിങ്ങളുടെ പിതൃക്കൾക്കുള്ള വഴിപാട് ചെയ്യുന്നതും ഭക്ഷണം വെച്ചു കൊടുക്കുന്നതും എല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വൈകുന്നേരം വന്നിട്ട് നിങ്ങൾ കുലദൈവ വഴിപാട് ചെയ്യേണ്ടത് ഭയങ്കര മുഖ്യമായ കാര്യം. ആ വിഷയം വന്നിട്ട് നിങ്ങൾ ഒരിക്കലും ചെയ്യാതെ വിടരുത്. ഇന്ന് രാഹുകാലം വന്നിട്ട് വൈകുന്നേരം 4:30 തുടങ്ങി 6 മണി വരെയാണ്. അതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ മനസ്സ് വിഷമിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. കാരണം ഈ നേരത്തിന് ആരും വീട്ടിൽ പൂജയൊന്നും ചെയ്യത്തില്ല. 12 to 1:30 യമകണ്ഠ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ പിതൃക്കന്മാർക്ക് മാസത്തിൽ നിങ്ങൾ ഈ ഇല വെച്ച് ഭക്ഷണം കൊടുക്കുമില്ലേ, അത് വന്നിട്ട് ഇന്ന് ഉച്ചയ്ക്ക് മേലെ 1:30 ശേഷം ചെയ്തോളുക. കാരണം പറയുന്നത് 11:52 അമാവാസ്യ പിറന്നാലും 12 to 1:30 യമകണ്ഠകാലം ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. സോ യമകണ്ഠം 1:30 മേലെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പൂജ ചെയ്യാവുന്നതാണ്. ദെൻ പിതൃക്കളായിരിക്കുന്ന കാക്കയ്ക്ക് നമ്മൾ ഭക്ഷണം വെച്ചു കൊടുത്ത ശേഷം നിങ്ങൾ നിങ്ങളുടെ വ്രതം തീർത്തോളുക. ഇതാണ് ഇന്നത്തെ അമാവാസ്യ, അതായത് ഭാനു അമാവാസ്യ ഒത്തിരി എളിമയായിട്ട് വഴിപെടുന്നത്. വൈകുന്നേരം രാഹുകാലം മുടിഞ്ഞ്
ഒരു 6:30 അല്ലെങ്കിൽ 7 PM ആവുമ്പോഴത്തേന് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുലദൈവ ഫോട്ടോ ഇരുന്നാല് ആ കുലദൈവ ഫോട്ടോയ്ക്ക് മുന്നാടി ഒരു ദീപം വെച്ചോളൂ. അമാവാസ്യക്ക് പിന്നാടി വരുന്ന ഈ വാഴ്ക നമ്മുടെ ജീവിതം ഉണ്ടല്ലോ, അത് വളർന്നിട്ടേ പോകണമെന്ന് പ്രാർത്ഥിച്ചോളുക. സാമ്പത്തികം വീട്ടിൽ വന്നു ചേരാൻ പ്രാർത്ഥിക്കുക. ഈ പൗർണമിക്ക് ശേഷം വരുന്ന നാളുകളെ നമുക്ക് വിട്ടിടலாம். എന്നാല് അമാവാസ്യക്ക് ശേഷം വരുന്നത് ഒരു കാരണവശാലും വിടാൻ പാടില്ല. കാരണം അമാവാസ്യക്ക് ശേഷം വരുന്ന ഈ 15 നാളെന്ന് പറയുന്നത് നമുക്കൊരു വരപ്രസാദമാണ്, വളർപ്പിറൈ. ആ സമയത്ത് നമ്മൾ കുലദൈവത്തെ പ്രാർത്ഥിച്ചിട്ട് അമാവാസ്യക്ക് പിറകിൽ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വിജയത്തെ കിട്ടാനായിട്ട് നമ്മൾ ഈ വഴിപാട് കൂടെ ചെയ്തോളുക. ഇതാണ് വഴിപാട് മുറ. ഇതല്ലാതെ നമ്മളിപ്പോ പറയാൻ പോകുന്ന ഈ വഴിപാട് കൂടെ നിങ്ങൾ ഫോളോ ചെയ്തോളുക. ഇത് വന്നിട്ട് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു പരിഹാരം. ഇതിൽ യൂസ് ചെയ്യുന്ന ഓരോ പൊരുൾക്കളും വന്നിട്ട് ഭയങ്കര ശക്തിയുള്ളത്. ഓരോരോ പൊരുളിനും തനിയെ അതിന്റെ മഹിമ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിനെ വന്നിട്ട് ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ, ഒരു കവചം മാതിരി. അത് വന്നിട്ട് കവചം എന്നാല് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിലിരിക്കുന്ന എല്ലാവർക്കും മാത്രമല്ല, കുറിപ്പിട്ട് പറഞ്ഞാല് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന പൊന്നിനും പൊരുളിനും നിങ്ങളെ വണ്ടിക്കും എല്ലാത്തിനും ഇതെല്ലാം ഒരു കാന്തം പോലെ, ഒരു കവചം പോലെ കാത്തു സൂക്ഷിക്കും. ആർക്ക് വേണമെങ്കിലും ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. ആൺ പെൺ കുട്ടികൾ അങ്ങനെ യാതൊരു തരത്തിലുള്ള ഡിഫറൻസും വേണ്ട ആവശ്യമേ ഇല്ല. ഇതിന്റെ നേരം, ഇത് ചെയ്യേണ്ട നേരം മീൻസ് സമയം വൈകുന്നേരം 6 മണിക്ക് മേലെ ചെയ്തോളുക. നാളെ തിങ്കളാഴ്ച 9:15 വരെ അമാവാസ്യ ഇരിക്കുന്നതിനാല് നിങ്ങൾ ഇതിനുള്ളിൽ ചെയ്താലും മതി. നിങ്ങളുടെ അമാവാസ്യ പൂജയെല്ലാം തീർത്തതിന് ശേഷം ഈ പരിഹാരം ചെയ്തോളുക. നിങ്ങൾ വന്നിട്ട് ഒരു ചെറിയ തട്ട് എടുത്തോളുക. ഈ തട്ടിലോട്ട് നമ്മൾ മുഖ്യമായ അതിശക്തിയാർന്ന 5 പൊരുൾകളാണ് വെക്കുന്നത്. അതില് മുതലായിട്ട് വെക്കേണ്ട മുഖ്യമായ പൊരുൾ എന്താച്ചാൽ അത് പച്ചരിയാണ്. കുറച്ച് പച്ചരി എടുത്ത് നല്ല വിതറിയിടുക. അമാവാസ്യ മീൻസ് ചന്ദ്രഭഗവാനുക്ക് ഉഗந்த നാള്. ചന്ദ്രഭഗവാൻ ആരെന്നറിയാലോ? മനോകാരകൻ. നമ്മുടെ ജീവിതത്തിൽ ഏർപ്പെടുന്ന വഴക്ക്, കുഴപ്പങ്ങള്, ഭാര്യ ഭർത്താക്കൾക്ക് ഇടയ്ക്കുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാത്തിനും തീർവ് കൊടുക്കുന്നത് ആരാണ്? ചന്ദ്രഭഗവാൻ. അവർ കുറുകിയ ധാന്യമാണ് നെല്ലിൽ നിന്ന് കിട്ടുന്ന ഈ പച്ചരി. ഈ പച്ചരി വന്നിട്ട് ശിവഭഗവാനുക്കും ഉഗந்தത്. നെക്സ്റ്റ് പൊരുൾ എന്താച്ചാല് 3 ഏലക്കായ്. ഏലക്കായ് മീൻസ് ഒരു വശീകരണ പൊരുള്. പണവശ്യത്തിനും ജനവശ്യത്തിനും ധാരാളമായിട്ട് ഉപയോഗിക്കാം. പണവശ്യത്തിനും ജനവശ്യത്തിനും ഉപയോഗിക്കുന്ന ഒരു താന്ത്രിക പൊരുള്. പണവശ്യം മീൻസ് പണത്തെ നമ്മുടെ പക്കത്തേക്ക് ഇങ്ങനെ വശീകരിച്ചു കൊണ്ടുവരുന്നത്. എന്നാൽ ജനവശ്യം എന്നാല് ഒന്നുമില്ല, നിങ്ങൾ ഇരിക്കുന്ന ഇടത്തില് അല്ല, നിങ്ങൾ പോകുന്ന ഇടത്തിലോ വേല ചെയ്യുന്ന ഓഫീസിലോ നിങ്ങൾക്കുള്ള അന്തസ് കിടക്കുന്നത്, നിങ്ങൾക്ക് ഒരു സ്ഥാനം അവിടെ കിട്ടുന്നത്, നിങ്ങൾ എന്ത് സംസാരിക്കുന്നോ അതിനൊരു മതിപ്പ് കൊടുക്കുന്നത്, നിങ്ങൾക്കൊരു ഹയർ പൊസിഷൻ കിട്ടുന്നത്, ഇതെല്ലാം ഏർപ്പെടുത്തി കൊടുക്കുന്നത് ഏലക്കായാണ്. ദെൻ അടുത്ത പൊരുൾ എന്താച്ചാല് 3 ഗ്രാമ്പു എടുത്തോളുക. ഗ്രാമ്പ് എടുക്കുമ്പോൾ നിങ്ങൾ ഉടഞ്ഞ ഗ്രാമ്പ് എടുക്കാതെ നല്ല ഗ്രാമ്പ് നോക്കി എടുത്തോളുക. ഗ്രാമ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാല്, ഗ്രാമ്പ് വന്നിട്ട് കാര്യതടസ്സം മാറ്റി ഏത് കാര്യം നമ്മൾ തൊട്ടാലും അതിൽ തടസ്സമില്ലാതെ നടക്കാനായിട്ട്. ഒരു കാര്യം നമ്മൾ ആരംഭിച്ചു കുറച്ചു നാളാകുമ്പോൾ തന്നെ അത് നശിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുന്നവര് ഈ ഗ്രാമ്പു ധാരാളമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വന്നിട്ട് ഒരേ ഒരു തുണ്ട് പച്ചകർപ്പൂരം. ഈ പച്ചകർപ്പൂരം മീൻസ് മഹാവിഷ്ണു ഭഗവാന്റെയും മഹാലക്ഷ്മി ദേവിയുടെയും വാസമിരിക്കുന്ന ഒരു പൊരുൾ. ലാസ്റ്റ് തിങ് എന്താച്ചാല് 2 രൂപ നാണയം, കോയിൻസ് 2. അത് 2 രൂപയോ 1 രൂപയോ 5 രൂപയോ ഏതായിരുന്നാലും കുഴപ്പമില്ല. എന്നാലും 2 രൂപ നാണയം എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. എടുക്കുന്ന നാണയത്തിന് പിന്നെ നിങ്ങൾ ചെലവ് ചെയ്യാൻ പാടില്ല. இந்த രൂപ നാണയം பயன்படுത്തുന്നതിലൂടെ ലക്ഷ്മി കുബേരര് വാസം ചെയ്യുന്ന കുബേരരുടെ അംശം ഇരിക്കുന്ന ഒരു പൊരുൾ വന്നിട്ട് അത് ചില്ലറ നാണയങ്ങളാണ്. ഇപ്പൊ നമ്മള് ഈ പറഞ്ഞ 5 പൊരുൾകൾക്കും എന്തെല്ലാം മഹിമയിരിക്കുന്നു, അത് ചെയ്താലുള്ള ഗുണത്തെ പറ്റി നമുക്ക് മനസ്സിലായി കഴിഞ്ഞല്ലോ. ഒരു ചെറിയ തട്ടിൽ നിങ്ങൾ ആദ്യം പച്ചരി എടുത്ത് നന്നായിട്ട് പരത്തിയിടുക. അതിന്റെ മേലെ 3 ഏലക്കായ, 3 ഗ്രാമ്പു, 2 ചില്ലറ നാണയം, അതിന്റെ അടുത്തായിട്ട് കുറച്ച് പച്ചകർപ്പൂരം വെച്ചോളുക. ഈ ഓർഡറിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല. ഈ തട്ടിന്റെ മേലെ പൊരുൾകളെല്ലാം ചേർന്ന് കുമിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. ഈ തട്ട് വന്നിട്ട് നിങ്ങളുടെ പൂജ അറയില് കുലദൈവത്തിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അവിടെ തന്നെ വെച്ചോളുക. വീട്ടിലിപ്പോ കുലദൈവ ഫോട്ടോ ഇല്ലെങ്കിൽ പൂജ അറയില് വന്നിട്ട് ഒരു പൊതുവായിട്ടൊരു ദീപം വെച്ചിട്ട് അതിന്റെ ഫ്രണ്ടിൽ വെച്ചോളുക. ആ ദീപം വന്നിട്ട് നിങ്ങൾ കുലദൈവമായിട്ട് മനസ്സിൽ കരുതിക്കൊള്ളുക. എന്നിട്ട് ആ ദീപത്തിന്റെ മുന്നേ വെക്കുക. വെച്ചതിന് ശേഷം ഫസ്റ്റ് നിങ്ങളുടെ ഇഷ്ടദൈവത്തിനെ പ്രാർത്ഥിക്കുക.
അത് കഴിഞ്ഞിട്ട് കുലദൈവത്തിനെ പ്രാർത്ഥിച്ചോളുക. ദെൻ നിങ്ങളുടെ പിതൃകൾക്ക് പ്രാർത്ഥിച്ചോളൂ. ഇതിന്റെ കൂടെയേ നിങ്ങള് ലക്ഷ്മി കുബേരർ, മഹാലക്ഷ്മി അമ്മ, പറ്റുമെങ്കിൽ നിങ്ങൾ ചന്ദ്രഭഗവാനക്ക് ഒരു വഴിപാട് ചെയ്തോളുക. ഇതെല്ലാം തീർത്തിട്ട് അതിനുശേഷം ഒരു അരമണി നേരത്തിലിരുന്ന് 1 മണി നേരം വരെ ഇത് വിളക്കിന്റെ മുന്നാടി തന്നെ വെച്ചിരിക്കുക. വിളക്ക് വന്നിട്ട് 1 മണി നേരം കത്താൻ അനുവദിക്കുക. നമ്മൾ വയ്ക്കുന്ന ദീപത്തില് കുലദൈവം വന്ന് അമർന്നിട്ട് ഈ പൊരുൾകളിലെല്ലാം കുലദൈവത്തിന്റെ കടാക്ഷം ഉണ്ടാവും. അതിനാലെയാണ് 1 മണി നേരം നിങ്ങൾ പൂജാറയിൽ തന്നെ വെച്ചുക്കോങ്ക എന്ന് പറഞ്ഞത്. ഇനി നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ നാളെ ഉണർന്നെഴുന്നേറ്റ ശേഷമോ ഈ ഒട്ടുമുക്ക പൊരുൾക്കളും വെള്ള നിറ തുണി, അതായത് അമാവാസ്യ എന്നത് ചന്ദ്രഭഗവാനക്ക് ഉകന്തത്, ചന്ദ്രഭഗവാനക്ക് ഉകந்த നിറം വന്നിട്ട് വെള്ള, ആ വെള്ള നിറ തുണിയിൽ ഇപ്പൊ പഴയ വേഷ്ടിയൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് കീറി എടുത്തോളുക. ഈ തുണിക്കകത്ത് എല്ലാ പൊരുൾക്കളും ചേർത്ത് ഒരു കിഴി കെട്ടിയിട്ട് ഇത് നിങ്ങൾ എടുത്ത് നിങ്ങളുടെ വീട്ടിലെ ബ്യൂറോയിൽ വെച്ചോളുക. ലോക്കറിനുള്ളിൽ അത് ഭദ്രമായിട്ടിരുന്നോളൂ. ഇത് വന്നിട്ട് നിങ്ങളുടെ വീട് വിട്ട് വേറെ എവിടെയും പോകാനേ പാടില്ല. ഇനി നമ്മുടെ തൊഴിൽ ചെയ്യുന്ന ഇടത്തിൽ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾക്ക് പൂജാ റൂം ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാവുന്നത്. വീട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ വീട്ടിലെ നിലവാസൽ വിട്ട് പുറത്തു പോകാൻ പാടില്ല. അപ്പോൾ അതുപോലെ തന്നെ ഓഫീസിലാണെങ്കിൽ അതും അവിടെ തന്നെ വെച്ചേക്കുക. വീട്ടിൽ ചെയ്തതിന് ശേഷം ബ്യൂറോയിൽ ലോക്കറിനകത്ത് നല്ല ഭദ്രമായിട്ട് വെക്കുക. ഇതിലിരിക്കുന്ന പൊരുൾക്കളൊന്നും അവളോ ശീഘ്രം ഒന്നും കെട്ടുപോകില്ല. കുറഞ്ഞതൊരു 3 മാസം, ഇല്ലെങ്കിൽ അധിക വർഷം പോയാൽ ഒരു 6 മാസത്തിന് ശേഷം നിങ്ങളിത് തുറന്നു നോക്കിയിട്ട് ഈ പൊരുൾക്കൾ വന്നിട്ട് കാഞ്ഞു പോവോ എന്തെങ്കിലും ചെയ്താൽ ഈ പച്ചക്കർപ്പൂരം എല്ലാം അതിൽ അലിഞ്ഞു ചേർന്നിരിക്കും. നിങ്ങൾ ഈ കിഴിയുണ്ടല്ലോ അത് വന്നിട്ട് ഓടുന്ന വെള്ളത്തിലോ ഇല്ലെങ്കിൽ കാൽപെടാത്ത ഇടത്തിലോ എറിഞ്ഞു കളയുക. എന്നതിന് ശേഷം മറുപടിയും നിങ്ങൾ ഈ പ്രോസസ്സ് വന്നിട്ട് റിപ്പീറ്റ് ചെയ്യണം. അതും ഞായറാഴ്ച വരുന്ന അമാവാസ്യയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കൂടാതെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ബ്യൂറോയിൽ ലോക്കർ തുറന്നിട്ട് ഇതിന് നിങ്ങൾ ധൂപദീപം കാമിക്കണം. ശുദ്ധബദ്ധമായിരിക്കുന്നവർ മാത്രം ചെയ്യുക. അല്ലാതെ ഒന്നും ഈ കിഴിയിലൊന്നും പോയി കൈവച്ച് കളയരുത്. ഈ കിഴിയിരിക്കുന്നിടത്ത് ഭയങ്കരമായിട്ട് സാമ്പത്തികം വന്നു ചേരും. മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷം വന്നിട്ട് അധികമാകും. ഭാനു അമാവാസ്യ എന്ന് പറയുന്ന ഇന്നത്തെ ഈ ഞായറാഴ്ച അമാവാസ്യ ദിവസം തന്നെ നിങ്ങൾ ഇത് ചെയ്തോളുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങളറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.